അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് ടി.പി.എം. ഇബ്രാഹിം ഖാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഉന്നത ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം പിടിച്ച കൊച്ചിൻ യൂണിവേഴ്സിറ്റി മറൈൻ സയൻസ് വകുപ്പ് മേധാവി പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് ഹത്ത, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഫെല്ലോഷിപ്പ് നേടിയ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് വകുപ്പ് മേധാവി പ്രൊഫസർ ഡോക്ടർ സക്കരിയ കെ, മൈക്രോബയോളജിയിൽ കൊറിയൻ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ കുമാരി ഖദീജ റസീൻ എന്നിവരെ എറണാകുളം കലൂരിലുള്ള ഫ്രൈഡേ ക്ലബ് സമുചിതമായി ആദരിച്ചു. പ്രസ്തുത ചടങ്ങിൽ മുഖ്യാതിഥിയായി കേരള ഹൈക്കോടതി സീനിയർ ജഡ്ജ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് മെമന്റോ നൽകി ആദരിച്ചു. നമ്മുടെ വിദ്യാഭ്യാസം എപ്പോഴും നമ്മൾ കാണേണ്ടത്, എത്ര ഉന്നതിയിൽ പോയാലും ഏത് നിലയിൽ പോയാലും ആ വിദ്യാഭ്യാസം സമൂഹത്തിന് പ്രതിഫലിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ ഓരോരാൾക്കാരുടെ മേഖലയിൽ, കച്ചവടക്കാരുടെ മേഖലകളിലായാലും ശരി, അല്ലെങ്കിൽ അഭിഭാഷകന്റെ പ്രവൃത്തി മേഖലകളിൽ അത് ബഹുമാനായ ഇബ്രാഹിം ഖാൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലായ, അല്ലെങ്കിൽ നമ്മൾ പോലീസിലായ, ന്യായാധിപനായ, ഡോക്ടറായ, അത് റിഫ്ലക്ട് ചെയ്യണം. അവിടെയാണ് നമ്മൾ ഉത്തമ സമുദായത്തിന്റെ ഭാഗമാവുന്നത്. ചടങ്ങിൽ ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് നാം മനസ്സിലാക്കിയ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഉള്ളിൽ നീറുന്ന, നമ്മളുടെ എല്ലാം മനസ്സിൽ ആവലാതി കൊള്ളുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ബഹുമാനീയനായ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് സാഹിബ് നമ്മളെ ഒന്ന് ഊതി തന്നിട്ടുള്ളത്. അത് നമ്മുടെ സാമൂഹ്യമായ നിരക്ഷരതയാണ്. ആ നിരക്ഷരതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഗതി വളരെ പരിതാപകരമായിരിക്കും എന്ന് അടിവരയിട്ട് പറഞ്ഞ വാക്കുകൾക്ക് വീണ്ടും അടിവരയിട്ടുകൊണ്ട് ഈ പരിപാടിയിൽ ഇത്ര ഭംഗിയാക്കുകയും ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ എത്തിച്ചേരുകയും ഇത് ഒരു വലിയ ഒരു സംഭവമാക്കി മാറ്റുകയും ചെയ്ത എൻ്റെ സുഹൃത്തുക്കളോട് അഗൈതമായ നന്ദിയുണ്ട്. ചടങ്ങിനെ ഫ്രൈഡേ ക്ലബ് വൈസ് പ്രസിഡന്റ് VS സെയ്ദ് മുഹമ്മദ് സ്വാഗതവും ക്ലബ് ട്രഷറർ AM അബൂബക്കർ കൃതജ്ഞതയും പറഞ്ഞു. സിറ്റി വോയ്സ്, എറണാകുളം.